കോറോ ഹെൽത്തിലെ കൂട്ട പിരിച്ചുവിടലിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. വി ശിവൻകുട്ടി ഉൾപ്പെടെയുള്ള ഇടത് നേതാക്കൾ ഇന്ന് സ്ഥാപനത്തിൽ എത്തുമെന്നുള്ളതാണ് വിവരം. നേരത്തെ തന്നെ ഡിവൈഎഫ്ഐയും മറ്റ് യുവജന സംഘടനകളും മറ്റും പ്രതിഷേധവുമായി രംഗത്തുണ്ട്. ഏതായാലും മാനേജ്മെന്റ് വഴങ്ങുന്ന ലക്ഷണമൊന്നും കാണുന്നില്ല. ഡാനി ഇപ്പോൾ വിവരങ്ങളുമായി ചേരും. ഡാനി, ഇപ്പോൾ നാളെയാണ്, വെള്ളിയാഴ്ചയാണ് മാനേജ്മെന്റുമായി ചർച്ച സർക്കാർ വെച്ചിരിക്കുന്നത്. മന്ത്രിയടക്കം ഈ വിഷയത്തിൽ സജീവമായി ഇടപെടുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകളുടെ പിന്തുണയുമുണ്ട് ഈ ജീവനക്കാർക്ക്. പക്ഷേ മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഇതുവരെ എന്തെങ്കിലും അനുകൂല സമീപനം ഉണ്ടാകുന്നുണ്ടോ? അവർ ആദ്യം മന്ത്രി വിളിച്ച് ചർച്ചയിലെത്തിയില്ല, നാളെ എത്തിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ട് പോകുമെന്ന് ഈ ജീവനക്കാരും സർക്കാരും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. പക്ഷേ മാനേജ്മെന്റ് അവരുടെ നിലപാടുമായി തന്നെ മുന്നോട്ട് പോവുകയാണോ? രഞ്ജിത്ത്, മാനേജ്മെന്റ് നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയുമില്ല എന്നതാണ് ഇതുവരെയുള്ള അവരുടെ സമീപനങ്ങളിൽ നിന്ന് വ്യക്തമാവുന്നത്. കാരണം ഇപ്പോൾ നാളെ ചർച്ചയുണ്ടെന്ന് ഈ മന്ത്രി ഉൾപ്പെടെയുള്ളവർ അതിലൊരു പ്രതീക്ഷ പ്രകടിപ്പിക്കുമ്പോൾ അത് ഇപ്പുറത്തെ ഭാഗത്തു നിന്ന്, അതായത് മാനേജ്മെന്റ് ഭാഗത്തു നിന്ന് ഒരു സൂചനയും ഇതുവരെ അതിൽ ഇല്ല എന്നുള്ളതാണ് വസ്തുത. ആര് പങ്കെടുക്കുമോ അല്ലെങ്കിൽ എപ്പോൾ എവിടെ, ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണവും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ല എന്നതാണ് അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ മന്ത്രി തന്നെ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്നത്, അതായത് സർക്കാർ തന്നെ ഒരു ചർച്ചയ്ക്ക് നേതൃത്വം നൽകുന്ന ഒരു സ്ഥിതി നിലവിൽ ഉണ്ട്. പക്ഷേ ഒരു കാരണവശാലും ഇതിൽ തങ്ങൾ ആര് പങ്കെടുക്കുന്നു അല്ലെങ്കിൽ എവിടെയാണ് ഇത് ചർച്ച നടക്കുന്നതെന്ന് സംബന്ധിച്ച കാരണങ്ങളിൽ ഒരു കാരണവശാലും ഒരു അന്വേഷണം പോലും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അതിന് സൂചിപ്പിക്കുന്നത് അവരൊരു നിലപാടിനെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇങ്ങനെയൊന്നും മുന്നോട്ട് പോകാൻ അവർ ആഗ്രഹിക്കുന്നില്ല. ചർച്ചകളിലൂടെ തന്നെ ഇത് പരിഹരിക്കപ്പെടും എന്ന് ഒരു ഭാഗത്ത് സർക്കാർ പ്രതീക്ഷിക്കുന്ന, നേരത്തെ കോടതിയും അത്തരം കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച് മധ്യസ്ഥ ശ്രമങ്ങളിലൂടെ പരിഹരിക്കുക എന്നത്. പക്ഷേ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് യാതൊരു രീതിയിലുള്ള അറിയിപ്പുണ്ടായിട്ടില്ല, അവരുടെ നിലപാടിലൊരു വിട്ടുവീഴ്ചയുണ്ടായിട്ടില്ല, സമീപനങ്ങളിൽ മാറ്റമുണ്ടായിട്ടില്ല. അത് തന്നെയാണ് ഈ ദിവസങ്ങളിൽ വ്യക്തമാകുന്നത്. എന്നാണോ കമ്പനി അതിൽ ആ പിരിച്ചുവിടലടക്കം നോട്ടീസ് നൽകിയത്, അതിനപ്പുറത്തേക്ക് പിന്നീടൊന്നും അവരുടെ ഭാഗത്ത് പ്രതികരണങ്ങളില്ല. ആദ്യഘട്ട ചർച്ചയിൽ പറഞ്ഞിരുന്നത് അവർ ലീഗൽ അഡ്വൈസർ മാത്രമായിരുന്നു പങ്കെടുത്തിരുന്നത്. അവർ പറഞ്ഞത് ഇതിനൊരു സാഹചര്യം ഒരുക്കും, അവിടേക്ക് ഇവിടെ ജീവനക്കാർക്ക് കയറിയിരിക്കാനുള്ള സാഹചര്യം ഒരുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ പിറ്റേ ദിവസം കാണുന്നത് അത് പൂർണ്ണമായും ആ വാതിലുകൾ അടഞ്ഞുകിടക്കുന്ന രീതിയിൽ തന്നെയാണ്. അകത്തേക്ക് യാതൊരു രീതിയിലുള്ള പ്രവേശനവുമില്ല. അത് തുറന്നു കൊടുക്കാൻ പിന്നീട് ആർക്കും കഴിഞ്ഞിട്ടില്ല. കാരണം അത് ആ രീതിയിലുള്ളതല്ല എന്നത് വ്യക്തമാക്കിയിരിക്കുന്നു. അന്ന് സമരം ചെയ്തവർക്ക് ബഹുജന സംഘടനകൾ ചേർന്ന് അകത്തേക്ക് തുറന്ന് കൊടുത്തകത്തേക്ക് കയറിയിരിക്കാൻ പറഞ്ഞുവെങ്കിൽ പോലും പക്ഷേ പിന്നീട് അതിലെല്ലാം തന്നെ മാറ്റം വന്നു. ആർക്കും അകത്തേക്ക് പ്രവേശിക്കാൻ പോലും കഴിയാത്ത രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വന്നിരിക്കുന്നു. സമരങ്ങളും എല്ലാം അതിൻ്റെ മുറ പോലെ നടക്കുന്നുണ്ട്. പ്രതിപക്ഷ സംഘടനകൾ ഉൾപ്പെടെ എല്ലാ സംഘടനകളും അവിടേക്ക് വരുന്നുണ്ട്. യുവജന സംഘടനകളുണ്ട്. ഇന്നിപ്പോൾ മുൻമന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് ജീവനക്കാരെ സന്ദർശിക്കുന്നുണ്ട്, അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പക്ഷേ ഇതിൽ എന്താണ് ഇനി തുടർ നടപടി എന്നത് ഇതുവരെയും വ്യക്തമായിട്ടില്ല. സർക്കാരിന് ഇക്കാര്യത്തിൽ എന്ത് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും എന്നതും ഒരുപക്ഷെ നാളെയോടുകൂടിയായിരിക്കും അതുമായി ബന്ധപ്പെട്ട് മന്ത്രി വിശദീകരണം നൽകുക. നിലവിൽ ഉള്ള ഒരു സാഹചര്യങ്ങൾ കേന്ദ്ര തൊഴിൽ നിയമം അടക്കമുള്ള കാര്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ടാണ് ഈ നടപടി എന്നത് വ്യാഖ്യാനിക്കപ്പെടുമ്പോഴും അതിൽ പല വിവക്ഷകളുണ്ട്. ഇത് സംസ്ഥാനത്ത് വിജ്ഞാപനമായിട്ടില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ച ഒരു വിഭാഗം വരുന്നു. മാത്രവുമല്ല സർക്കാരിന് ഇതിനെ എതിർക്കാനുള്ള കഴിവുണ്ട് എന്നതെല്ലാം വരുമ്പോൾ പൊതുവിൽ ഇതിലൊരു ആശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് കൂടി കുറച്ച് ദൂരീകരണം ആവശ്യമാണ്. എന്തായാലും നാളെ നടക്കുന്ന ചർച്ച, നാളെ നടക്കും എന്ന് പ്രതീക്ഷിക്കുന്ന ആ ചർച്ച വളരെ നിർണായകം തന്നെയാണ്. ഇതുവരെയും മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് അനുകൂലമായ ഒരു പ്രതികരണവും ഉണ്ടായിട്ടില്ല എന്നതാണ് രഞ്ജിത്ത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. സർക്കാർ നിലപാട് കടുപ്പിക്കുന്നുണ്ട്, പ്രതിപക്ഷ സംഘടനകൾ ഇടപെടലുണ്ട്. പക്ഷേ അപ്പോഴും മാനേജ്മെന്റ് ഒരു തരത്തിലും വഴങ്ങുന്നില്ല എന്നുള്ളത് ഈ ജീവനക്കാരെ വല്ലാതെ പ്രതിസന്ധിയിലാക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.